ആത്മീയതയിലേക്ക് ആകൃഷ്ടരാകുന്ന ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളിലൊന്നാണ് കേരളം. കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചാൽ ആത്മീയതയുടെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 26 കിലോമീറ്റർ അകലെ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തുള്ള ചെങ്കൽ മഹേശ്വരത്താണ് മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 1.5 മണിക്കൂറോളം ദൂരമാണ് ഇവിടേക്കുള്ളത്. വാസ്തുശാസ്ത്രത്തിന് അനുസൃതമായി കേരളത്തിലെ പരമ്പരാഗത വാസ്തുവിദ്യയിൽ കൃഷ്ണശിലയും മരവും ഉപയോഗിച്ചാണ് ക്ഷേത്രം പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റമ്പലത്തിൽ ക്ഷേത്രത്തിന്റെ കിഴക്കേ പ്രവേശന കവാടത്തിന്റെ ഇരുവശത്തും ഗജവീരന്മാരുടെ രൂപം കാണാം. ക്ഷേത്രത്തിന് കാവൽ നിൽക്കുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം. കൂടാതെ അവിടെ നന്ദി പ്രതിമയും നമുക്ക് കാണാൻ കഴിയും. കിഴക്കൻ പ്രവേശന കവാടത്തിലൂടെ ഭക്തർക്ക് അകത്തേക്ക് പ്രവേശിക്കാം. ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിൽ 4 പ്രവേശന കവാടങ്ങളുണ്ട്. ഓരോ പ്രവേശന കവാടത്തിന് മുകളിൽ കേരള വാസ്തുവിദ്യയിൽ ഗോപുരവുമുണ്ട്. പ്രധാന കവാടമായ കിഴക്കേ നടയ്ക്ക് മുന്നിൽ കൊടിമരവുമുണ്ട്. കൊടിമരം ചെമ്പ് തകിട് കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. കൊടിമരത്തിൻ്റെ മുകളിൽ ചെറിയ മണികൾ എപ്പോഴും മുഴങ്ങുന്നു. അത് കേൾക്കാൻ നല്ല ഇമ്പമുള്ളതാണ്. കിഴക്കേ നടയ്ക്കുള്ളിൽ വലിയ ബലിക്കല്ല് പുരയുണ്ട്. വലിയ ബലിക്കല്ല് പുരയുടെ മേൽക്കൂരയിൽ മരത്തിൽ കൊത്തിയെടുത്ത നവഗ്രഹ ശില്പങ്ങളുമുണ്ട്. നമസ്കാര മണ്ഡപത്തിൻ്റെ മുകളിൽ കൃഷ്ണശിലയുടെ ഒരൊറ്റ കഷ്ണത്തിൽ താഴികക്കുടത്തിൻ്റെ ആകൃതിയിലുള്ള ഘടന കാണാം. ശ്രീകോവിലിലെ പ്രവേശന കവാടത്തിലാണ് രാശിചക്ര ചിഹ്നങ്ങൾ മുഴുവൻ. ശ്രീ ശിവപാർവതി പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രിതയാണെന്ന് ഇത് പ്രതീകപ്പെടുത്തുന്നു. കൃഷ്ണശിലയും മരവും കൊണ്ടാണ് ചുറ്റമ്പലം നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്ര സമുച്ചയത്തിലേക്ക് പ്രവേശിക്കാൻ 3 നിലകളുള്ള ഒരു കിഴക്കൻ പ്രവേശന കവാടവുമുണ്ട്. ശില്പകലയിലെ മികവിൻ്റെ പ്രദർശനമായ 70 തൂണുകൾ ഇവിടെയുണ്ട്. ചുറ്റമ്പലത്തിനുള്ളിലാണ് ശിവപാർവതിയുടെ ശ്രീകോവിൽ. ശ്രീ ശിവപാർവതിയുടെ വിഗ്രഹം പഞ്ചലോഹത്തിൽ വാർത്തെടുത്തതാണ്. ശിവന്റെയും ശ്രീ പാർവതീദേവിയുടെയും വിഗ്രഹം പ്രപഞ്ചം മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ട് ഒരുമിച്ചിരിക്കുന്ന പൂർണ്ണകായ വിഗ്രഹമാണ്. ശ്രീ ശിവപാർവതിയെ ചുറ്റി ചുറ്റമ്പലത്തിനുള്ളിൽ ശിവന്റെ 12 ജ്യോതിർലിംഗം സ്ഥാപിച്ചിരിക്കുന്നു. ശ്രീകോവിലിൻ്റെ മുകളിൽ 3 സ്വർണ്ണ താഴികക്കുടവുമുണ്ട്. ചുറ്റമ്പലത്തിന് മുകളിൽ നിരവധി താഴികക്കുടങ്ങൾ കാണാമായിരുന്നു. ചുറ്റമ്പലത്തിനുള്ളിൽ വടക്ക് കിഴക്കേ മൂലയിൽ മണിക്കിണറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ചുറ്റമ്പലത്തിനുള്ളിൽ ഗണപതി ഭഗവാനും കാർത്തികേയ ഭഗവാനും ക്ഷേത്രങ്ങളുണ്ട്. ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ചുറ്റമ്പലത്തിന് പുറത്ത് ഗണപതിയുടെ 32 രൂപങ്ങൾ സ്ഥാപിച്ച് ആരാധിക്കുന്നു. ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിൽ ഭക്തർക്ക് 12 ശിവജ്യോതിർലിംഗങ്ങളെയും 32 ഗണപതി രൂപങ്ങളെയും ആരാധിക്കാം. ഇത് ലോകത്തിലെ ഇത്തരത്തിലുള്ള ഒരേയൊരു ക്ഷേത്രമായി ഇതിനെ മാറ്റുന്നു. ശിവനും ശ്രീ പാർവതിയും ഒരുമിച്ചിരുന്ന് മുഴുവൻ സൃഷ്ടികൾക്കും അനുഗ്രഹം നൽകുന്ന പൂർണ്ണ ശില്പമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹം. പ്രധാന ദേവതയായ ശ്രീ ശിവപാർവതിയോടൊപ്പം ഉപദേവതകളായി ഗണേശനും കാർത്തികേയനും നിലനിൽക്കുന്നത് ശിവപരിവാർ സങ്കല്പത്തെ പൂർത്തീകരിക്കുന്നു. ശിവപരിവാർ ദർശനം മനസ്സമാധാനം, സമ്പത്ത്, സമൃദ്ധി, സ്നേഹം, വിജയം, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ ബന്ധം എന്നിവ പ്രദാനം ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിന് പുറത്ത് തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് സമീപമുള്ള നാഗവിഗ്രഹങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. ശ്രീ ശിവപാർവതിയുടെ ഭക്തർ ഈ ക്ഷേത്രത്തിൽ എത്തുന്നത് പൂർണ്ണതയുടെ ആത്യന്തിക ഉറവിടമായ ദേവിയെ ആരാധിക്കാനാണ്. മുഴുവൻ സൃഷ്ടിയുടെയും പിന്നിലെ ചാലകശക്തിയാണ് ശ്രീ ശിവപാർവതി എന്ന് വിശ്വസിക്കപ്പെടുന്നു. കുടുംബത്തിൻ്റെ ക്ഷേമത്തിനും ആഗ്രഹ പൂർത്തീകരണത്തിനും വിജയത്തിലേക്കുള്ള വഴിയിലെ തടസ്സങ്ങൾ നീക്കുന്നതിനും ഭക്തർ പൂജ അർപ്പിക്കുന്നു. കുടുംബത്തിൻ്റെ എല്ലാ വശങ്ങളിലും ഐശ്വര്യത്തിനായി ഭക്തർ മഹേശ്വര ക്ഷേത്രം സന്ദർശിക്കുന്നു. ശ്രീ ശിവപാർവതി ക്ഷേത്രം ഐശ്വര്യത്തിൻ്റെ ദേവതയാണ്. ശിവനെ പരിധിയില്ലാത്തവനും അതീന്ദ്രിയനും മാറ്റമില്ലാത്തവനും രൂപരഹിതനുമായി കണക്കാക്കുന്നു. ശിവന് നിരവധി ദയാലുവും ഭയാനകവുമായ രൂപങ്ങളുമുണ്ട്. ദയാലുവായ വശങ്ങളിൽ കൈലാസപർവ്വതത്തിൽ സൗന്ദര്യാത്മക ജീവിതം നയിക്കുന്ന ഒരു സർവജ്ഞനായ യോഗിയായും ഭാര്യ ശ്രീ പാർവതിയും അവരുടെ 2 മക്കളായ ഗണപതിയും കാർത്തികേയനുമുള്ള ഒരു ഗൃഹസ്ഥനായും ഭഗവാൻ ശിവനെ ചിത്രീകരിച്ചിരിക്കുന്നു.
ശ്രീ പാർവതി ആദർശ ഭാര്യയും അമ്മയും ഗൃഹസ്ഥയുമാണ്. ശിവനും ശ്രീ പാർവതിയും പരസ്പരം ഉത്തമ പാതിയായതിനാൽ ആദർശ ദമ്പതികളുടെ ദർശനം ഉരുത്തിരിഞ്ഞതാണ്. ശിവനോ ശ്രീ പാർവതിക്കോ വേറിട്ട അസ്തിത്വമില്ല. അവർ വേർതിരിക്കാനാവാത്തവരാണ്. ശിവന്റെയും ശ്രീ പാർവതിയുടെയും സംയുക്ത രൂപം പ്രപഞ്ചത്തിലെ വിപരീതങ്ങളുടെ ഐക്യത്തെ അറിയിക്കുന്നു. ഭഗവാൻ ശിവൻ പുരുഷനെയും ശ്രീ പാർവതി പ്രകൃതിയെയും സൂചിപ്പിക്കുന്നു. പുരുഷൻ പ്രപഞ്ചത്തിൻ്റെ പുരുഷ തത്വവും നിഷ്ക്രിയ ശക്തിയുമാണ്. അതേസമയം പ്രകൃതി സ്ത്രീ സജീവ ശക്തിയാണ്. പുരുഷൻ്റെയും ശക്തിയുടെയും ഐക്യമാണ് പ്രപഞ്ചത്തിലെ മുഴുവൻ സൃഷ്ടിയുടെയും പിന്നിൽ. ശിവന്റെയും ശ്രീ പാർവതിയുടെയും ദിവ്യദർശനം ലഭിക്കാൻ മഹേശ്വരം ശ്രീ ശിവപാർവതിയുടെ ഭക്തർ ഈ ക്ഷേത്രം ധാരാളമായി സന്ദർശിക്കുന്നു. മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറൻ മൂലയിൽ 111.2 അടി ഉയരമുള്ള മഹാശിവലിംഗമുണ്ട്. തിരുവനന്തപുരത്തെ ചെങ്കലിലുള്ള മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലെ ശിവലിംഗം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയതും രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ശിവലിംഗമായി മാറി. ഒന്നാമതായി കണക്കാക്കുന്നത് ആസാമിലെ നാഗോണിലുള്ള ശ്രീ മൃത്യുഞ്ജയ ക്ഷേത്രത്തിലെ 126 അടി ഉയരമുള്ള ശിവലിംഗമാണ്. മഹാലിംഗത്തിന് നിരവധി സവിശേഷമായ പ്രത്യേകതകളുണ്ട്. അതിൻ്റെ നിർമ്മാണ ശൈലിയാണ് ഒരു പ്രത്യേകത. 200 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഭക്തർക്ക് ഈ മഹാലിംഗത്തിൽ പ്രവേശിക്കാം. ഈ ശിവലിംഗത്തിൻ്റെ നിർമ്മാണം ഷഡാധരത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. 6 ധ്യാന ഹാളുകൾക്ക് പുറമെ മഹാലിംഗത്തിൻ്റെ താഴെയും മുകളിലുമായി 2 ഹാളുകൾ കൂടിയുണ്ട്. 6 ധ്യാന ഹാളുകൾക്ക് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നിങ്ങനെ മനുഷ്യ ശരീരത്തിലെ 6 ചക്രങ്ങളെ ആധാരമാക്കിയുള്ളതാണ്. ഓരോ ധ്യാന ഹാളിലും അവിടെയുള്ള ഓരോ ചക്രത്തിൻ്റെയും ചിഹ്നങ്ങളെക്കുറിച്ച് അറിയുകയും അവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തുകൊണ്ട് ഭക്തർക്ക് ധ്യാനിക്കാൻ അനുവാദമുണ്ട്. ഈ മഹാശിവലിംഗത്തിൽ പ്രവേശിച്ച ഉടനെ തന്നെ ഓരോ ഭക്തനും അവിടെ സ്ഥാപിച്ച ശിവലിംഗത്തെ അഭിഷേകം ചെയ്ത് ആരാധിക്കാനുള്ള അനുവാദവുമുണ്ട്. സ്വന്തം ദൈവത്തെ ആരാധിക്കണം എന്ന വസ്തുതയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മഹാശിവലിംഗത്തിൽ പ്രവേശിക്കുന്ന ഏതൊരാൾക്കും കൈലാസത്തിലെ ശിവശക്തി സ്വരൂപത്തിൻ്റെ സന്നിധിയിൽ ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി ലഭിക്കും. ഇത് ഈ ശിവലിംഗത്തിനുള്ളിലെ ഏറ്റവും ഉയർന്ന തലമാണ്. ഇത്തരത്തിലുള്ള ആത്മീയ അനുഭവത്തിനായി രാജ്യത്തെ സവിശേഷമായ ഒരു ഘടനയാണിത്. പ്രാർത്ഥനാ ഹാളിൽ ശിവലിംഗത്തിൻ്റെ അടിഭാഗത്ത് ഒരു ശിവലിംഗമുണ്ട്. ഇവിടെ ഭക്തർക്ക് ശിവനെ ആരാധിക്കാനും അടുത്ത 6 ധ്യാനശാലകളിലേക്ക് പോയി ഓരോ ആധാരത്തിൻ്റെയും ചിഹ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ധ്യാനിക്കാനും കഴിയും. ഒടുവിൽ ഭക്തർക്ക് മഹാലിംഗത്തിൻ്റെ മുകളിലെ തലത്തിലുള്ള കൈലാസത്തിൽ എത്തിച്ചേരാനും കഴിയും. മഹാലിംഗത്തിൻ്റെ മുകളിലെ നിലയിലേക്കുള്ള വഴി സർപ്പിൾ ആകൃതിയിലുള്ളതും ഒരു ഗുഹ പോലുള്ള അന്തരീക്ഷത്താലും ധ്യാനവുമായി ബന്ധപ്പെട്ട ധാരാളം കൊത്തുപണികളാലും ചുറ്റപ്പെട്ടതുമാണ്. മഹാലിംഗത്തിനുള്ളിൽ 108 വ്യത്യസ്ത ശിവലിംഗങ്ങളും ശിവന്റെ 64 രൂപങ്ങളും കാണാൻ കഴിയും. മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രം സന്ദർശിക്കുന്ന ഓരോ ഭക്തനും ശിവലിംഗത്തിനുള്ളിലെ ശാന്തമായ അന്തരീക്ഷം സമ്പന്നമായ ഒരു ആത്മീയ അനുഭവം നൽകുന്നു. ശിവലിംഗത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് മുകളിലേക്കുള്ള പാത ഹിമാലയത്തിലെ 7 കുന്നുകളെ പ്രതീകപ്പെടുത്തുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഗുഹാസമാനമായ അന്തരീക്ഷത്തിൽ ധ്യാനിക്കുന്ന സന്യാസിമാരുടെ ആകർഷകമായ ചുവർ ചിത്രങ്ങളും പ്രതിമകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അത് എല്ലാ സന്ദർശകരെയും ആകർഷിക്കുന്നു. ഏറ്റവും മുകളിലത്തെ നിലയിൽ 1000 ഇതളുകളുള്ള താമരയുടെ കീഴിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവന്റെയും പാർവതിയുടെയും മഞ്ഞുമൂടിയ വിഗ്രഹമുള്ള ആത്യന്തിക ലക്ഷ്യസ്ഥാനമായ കൈലാസം കാണാൻ കഴിയും.